ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നോക്കുക, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് പറഞ്ഞു നിർത്തിയ എന്താണ്? പേജ് നമ്പർ 30. ഓക്കെ, പേജ് നമ്പർ 38. 38 ലാസ്റ്റ് ഭാഗമാണ് പറയുമ്പോഴും കട്ടായി പോയത് അല്ലേ? ക്ലാസ് കട്ടായി പോയത്. അപ്പൊ നോക്കുക, എന്താണ് ലാസ്റ്റ് പറയാൻ പോയതെന്ന് അറിയോ? അത് ഓരോരാളും എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതിനുള്ള പേരുകളാണ് പറഞ്ഞത് അല്ലേ? അതിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഗായ് ഭൈൻസേ. അതിന്റെ മുകളിലൊരു ബുക്ക് എടുത്തേക്ക്. ഗായ് ഭൈൻസേ. ഗായ് ഭൈൻസേ എന്ന് പറഞ്ഞാല് പശു, എരുമ, പോത്ത് അങ്ങനെയുള്ളവ. അവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്? ജുഗാലി കർത്തിഹെ. ജുഗാലി കർത്തിഹെ എന്ന് പറഞ്ഞാല് മേയുക. അവർ ഭക്ഷണം കഴിക്കുന്ന നമ്മൾ എന്താ പറയാ? മേയുക അല്ലേ? മേയുക എന്നാണ് പറയാ അല്ലേ? അപ്പോ രണ്ടാമത്തത് ബക്കരി. ബക്കരി മീൻസ് ആട്. ആടിന് നമ്മൾ പറയലേ പത്തേ ചബാത്തിഹെ. പത്തേ ചബാത്തിഹെ എന്ന് പറഞ്ഞാൽ ഇലകള് ചവച്ചരച്ച് തിന്നതിനാണ് പത്തേ ചബാത്തിഹെ. ആടുകള് ഇങ്ങനെ എന്താ പറയണ്ടേ? നേരത്തെ മിസ് പറഞ്ഞു, എന്താണ്? ബിരിയാണി ഒക്കെ കൊടുത്താൽ ഇങ്ങനെ എടുത്ത് കഴിക്കല്ല ചെയ്യാ. ബിരിയാണി ഒന്നും കഴിക്കില്ല. പിന്നെന്താണ്? ഇലകള് അല്ലേ? ഇലകള്, സസ്യങ്ങള്, ഇലകള്, പ്ലാവിന്റെ ഇലകളൊക്കെ എന്താണ്? ചവച്ചരച്ച് തിന്നുകയാണ് ചെയ്യുന്നത്. ഇലകള് ചവക്കുന്നു. ചബാത്തിഹെ. സാമ്പ്. സാമ്പ് നിഗൽത്താഹെ. നിഗൽത്താഹെ വിഴുങ്ങുന്നു. പാമ്പ് തവളേനെ വിഴുങ്ങി എന്നൊക്കെ പറയാറില്ലേ? നിഗൽത്താഹെ വിഴുങ്ങുന്നു. അപ്പൊ പാമ്പ് ചവച്ചരച്ച് തിന്നല്ലായിരുന്നു. പിന്നെ എന്താണ്? നിഗൽത്താഹെ. നിഗൽത്താഹെ ഗാന്നാണ്, കായല്ല കേട്ടോ. കാന്ന് എഴുതിയാലും നമ്മൾ പുറപ്പെട്ടു എന്നുള്ളതിന്റെ അർത്ഥമാണ്. അതല്ല, ഗായാണ്. നിഗൽത്താഹെ. നിഗൽത്താഹെ എന്ന് പറഞ്ഞാല് വിഴുങ്ങുക. പാമ്പ് വിഴുങ്ങിയാണ് ചെയ്യുന്നത്. മധുമഖി. മധുമഖി എന്ന് പറഞ്ഞാൽ എന്താണ്? തേനീച്ച. മഖി എന്ന് പറഞ്ഞാൽ ഈച്ച, മധു എന്ന് പറഞ്ഞാൽ തേൻ. അപ്പം തേനീച്ച. മധുമഖി എന്ന് പറഞ്ഞാൽ തേനീച്ച. തേനീച്ച എന്താണ്? തേൻ നുകരുകയാണ് ചെയ്യുക അല്ലെ? തേൻ നുകരുക. അതിനാണ് നമ്മൾ പറയാ ചൂസ്തീഹെ. ചൂസ്തീഹെ. മധുമഖി മധു ചൂസ്തീഹെ. തേൻ നുകരുന്നു. ചൂസ്തീഹെ. ചൂഹ. ചൂഹ എന്ന് പറഞ്ഞ എലി. എലിനെ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? എലിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഉണ്ടല്ലേ? ആ, ഓക്കെ. അപ്പൊ എലി എന്താ ചെയ്യല് അറിയാം? ശ്രീദേവിനെ അറിയോ എലി എന്താ ചെയ്യാന്ന്? എലി എങ്ങനെയാ ഭക്ഷണം കഴിക്കല്? ചവച്ചരക്കാണോ? വിഴുങ്ങുകയാണോ? കടിച്ചു മുറിച്ച് തിന്നുകയാണോ? ആ, എലികളുടെ മുന്നിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടുപോയി നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുക്കോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലും കിട്ടുകഴിഞ്ഞാല് അത് കടിച്ച് മുറിച്ച് അവിടെ ചെറിയ ചെറിയ കത്രിക കൊണ്ട് മുറിച്ചിട്ട മാതിരില്ലേ പീസ് ആക്കിയിട്ട് അവിടെ ഇടും അല്ലേ? അപ്പൊ കടിച്ച് മുറിച്ച് കളയാ ചെയ്യാ. അതിന് നമ്മൾ പറയല് കുദർത്താഹെ. എന്താണ്? കുദർത്താഹെ. എന്ത് പറയും? കുദർത്താഹെ. അപ്പൊ എലികൾ എപ്പോഴും ചവച്ചരച്ച് തിന്നുകയോ അല്ലെങ്കിൽ വിഴുങ്ങുകയോ ഒന്നും അല്ല ചെയ്യുന്നത്. എലികൾ എപ്പോഴും എന്താ ചെയ്യലോ? കുദർത്താഹെ. ചവച്ച്, അതായത് എന്താ ചെയ്യല്? ചവച്ച് മുറിച്ച് കളയാ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ചൂഹ കുദത്താഹ. ഇനി ചിടിയ. ചിടിയ മിസ് നേരത്തെ പറഞ്ഞു, എന്താണ്? കൊത്തി തിന്നുക അല്ലേ? കൊത്തി തിന്നുകയാണ് ചെയ്യുക. ഏത് പക്ഷികളും ഒരുമിച്ചൊന്നും തിന്നില്ല. പിന്നെന്താണ്? ഓരോ ധാന്യങ്ങളോ അല്ലെങ്കിൽ ചോറോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോന്നായിട്ട് കൊത്തി തിന്നും. അതിനെ പറയുന്ന പേരാണ് എന്ത്? ചുഗുത്തീഹെ. എന്താണ്? ചുഗുത്തീഹെ. അപ്പൊ ക്ലിയർ ആയല്ലോ? ആ ലെസൺ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായില്ലേ? അതിലെ വർക്ക് മിസ് വീണ്ടും ഇന്നും കൂടി മിസ് ഇട്ടിട്ടുണ്ട്. ഇനി മിസ് അയച്ചു തരില്ല, ഇന്നുകൂടി മിസ് ഗ്രൂപ്പിൽ അയച്ചു തന്നു. അങ്ങനെ ഗ്രൂപ്പിൽ ഇടക്കിടക്കേ മിസ് അങ്ങനെ അയച്ചുകൊണ്ടുവന്നാൽ മിസ്സിന് ഗ്രൂപ്പുകാർ എന്നെ മിസ്സിൽ തല്ലും. അപ്പൊ അതിന് ഇടവരുത്തരുത്. മിസ് ഒരു തവണ 2 തവണ അയച്ചു തന്നു. അപ്പൊ ഇന്ന് തന്നെ ഗ്രൂപ്പിൽ നോക്കിയിട്ട് നിങ്ങൾ എല്ലാവരും എഴുതിയെടുക്കുക. സൂര്യദേവന് കിട്ടിയില്ലേ മോനെ? ഫുള്ള് കിട്ടിയില്ലേ? ആൻസർ കിട്ടിയില്ലേ? ഓക്കെ.
ഇനി നമുക്ക് നെക്സ്റ്റ് ലെസൺ എടുക്കാം അല്ലേ? നെക്സ്റ്റ് ലെസൺ എടുത്താലോ? മേരാ ഘർ. നെക്സ്റ്റ് ലെസന്റെ പേരെന്താണ്? മേരാ ഘർ. പേജ് നമ്പർ 39 എല്ലാവരും എടുത്തു വെച്ചേ. മേരാ ഘർ. മേരാ ഘർ എന്ന് പറഞ്ഞാൽ എന്താണ്? മേരാ ഘർ എന്റെ വീട്, മൈ ഹൗസ്. അപ്പൊ ഇവിടെ ഒരു കുട്ടി ആ കുട്ടിയുടെ വീടിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ലെസൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പണി കിട്ടും. നിങ്ങളെ വീടും നിങ്ങളെ വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ മിസ്സിന് അയച്ചു തരണം. അതാണ് എന്റെ അമ്മോ അല്ലേ. എന്നാ ഈ ലെസൺ എടുക്കണ്ടെന്നായിരിക്കും ചിലവർ വിചാരിക്കുന്നത്. എന്നാ ഈ ലെസൺ പഠിപ്പിക്കേണ്ട മിസ്, നമുക്ക് ഒഴിവാക്കിയാലോ. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ നിങ്ങൾക്കും എഴുതാൻ അറിയണ്ടേ? മിസ്സിന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. മേരാ ഘർ. ഇത് മധുകർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ആണ് പറയുന്നത്. മധുകർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഹൗസിനെ കുറിച്ച്, ഫാമിലിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, മിസ് വായിച്ചുതരാം. मेरा नाम मधुकर है, शहर से दूर एक खुली जगह पर मेरा छोटा सा घर है. घर में 4 कमरे हैं, एक बैठक है जहां बैठने के लिए सोफा सेट, कुर्सियां तथा बीच में एक मेज है. बैठक के एक ओर खाने की मेज है. मेज के चारों ओर कुर्सियां हैं. यह हमारे घर का सबसे बड़ा कमरा है. इसे हम बैठक कहते हैं. इस कमरे के साथ ही हमारा रसोई घर है. रसोई घर भी है. इसके बाद हमारे सोने के 3 कमरे हैं. एक मेरे माता पिता का है जिसमें पलंग और 2 अलमारियां हैं. दूसरा कमरा मेरा और मेरे छोटे भाई राजू का है. हमारे कमरे में 2 पलंग अलग अलग लगे हैं. पलंगों के बीच में पढ़ने की एक मेज है. मेज के दोनों ओर दराजें बनी हुई है. मेज के सामने 2 कुर्सियां हैं. मेज के ऊपर एक लैंप है. हम दोनों भाई इसी मेज के पास बैठकर पढ़ते लिखते हैं. मेज की दराजों में हमारी किताब कॉपियां हैं. तीसरा कमरा मेहमानों के लिए है. इसे अतिथि कक्ष कहते हैं. इस कमरे में पलंग है, अलमारी है तथा सामने बैठने की एक लंबी बेंच है. बेंच के आगे एक मेज है. तीनों कमरों के साथ 3 गुसलखाने हैं. ഇതിലോ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്താണാവോ പറഞ്ഞത്? ആർക്കെങ്കിലും വ്യക്തമായോ? എന്തെങ്കിലും പറഞ്ഞത് ആ കുട്ടി പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ മിസ് വായിക്കുമ്പോ? ശ്രീദേവിന് കുറച്ച് മനസ്സിലായിട്ടുണ്ടല്ലേ? ഓക്കെ, ഷെഫിക്ക് ഒന്നും മനസ്സിലായില്ല. ഓക്കെ, ആഷിന് വല്ലതും മനസ്സിലായോ? മിസ് വായിക്കുമ്പോ എന്തെങ്കിലും ഇല്ല, കുറച്ച് കാര്യങ്ങള്, കുറച്ച് സെന്റൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ദേവാഞ്ജന അവിടെ ഇരുന്ന് നേരെ ഇരുന്ന് നമ്മളെ. ഓക്കെ, മിസ് പറഞ്ഞുതരാം, ടെൻഷൻ അടിക്കണ്ട. മേരാ ഘർ, മേരാ നാം മധുകർ ഹേ. ആ കുട്ടി പറയാണ് എന്റെ പേര് മധുകർ എന്നാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ഹൗസിനെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ഇതുപോലെ പറയണം. മേരാ നാം ആദേവ് ഹേ, മേരാ നാം ഷെഫി ഹേ, മേരാ നാം ആഷിൻ ഹേ. അങ്ങനെ എല്ലാവരും മിസ്സിന് പറയാൻ സമയമില്ല, പറയണമെന്ന് ആഗ്രഹമുണ്ട്. മേരാ നാം ഫാത്തിമ മെഹൂസ ഹേ. മെഹൂസ ഒറ്റയ്ക്ക് അവിടുന്ന് പാട്ട് പാടുന്നുണ്ട്. മിസ് കാണുന്നില്ല എന്നാണോ കരുതിയേ? ഓക്കെ, ദേവാഞ്ജന പേനയെല്ലാം വായിൽ നിർത്തേ. എനിക്ക് ഇങ്ങനെ ഇടക്കിടക്ക് എന്തെല്ലോ സാധനങ്ങൾ ഇങ്ങനെ തിന്നുകൊണ്ടേ ഇരിക്കണം തോന്നല്ലേ? ഓക്കെ, അപ്പൊ മേരാ നാം മധുകർ ഹേ. ആ കുട്ടി പറഞ്ഞാണ് എന്റെ പേര് മധുകർ എന്നാണ്. ഷഹർ സേ, ടൗണിൽ നിന്ന്, ദൂർ ഏക് ഗുലി ജഗഹ് പർ മേരാ ചോട്ടാ സാ ഘർ ഹേ. ടൗണിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ട്, തുറസായ ഒരു സ്ഥലത്ത് ചെറിയൊരു വീട്ടിലാണ് എന്റെ താമസം. കേട്ടല്ലോ? ആ കുട്ടി പറഞ്ഞ മനസ്സിലായില്ലേ? ടൗണിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് ഒരു ചെറിയൊരു വീട്ടിലാണ് എന്റെ താമസം, എന്റെ വീട് അവിടെയാണ്. ആരാണ് പറഞ്ഞത്? മധുകർ. ഘർ മേ 4 കമരേ ഹേ. ഇനി എന്റെ വീട്ടിലോ
4 മുറികളുണ്ട്. घर में 4 कमरे हैं. വീട്ടിലെ എന്റെ വീട്ടിൽ എത്ര മുറികളുണ്ട്? 4 മുറികളുണ്ട്. ഫാത്തിമ മെഹബൂസ ക്ലാസ്സിൽ അടങ്ങിയിരിക്കുക. ക്ലാസ്സിൽ മിസ് പറഞ്ഞത് കൃത്യമായിട്ട് കേട്ടിരിക്കുക. കേട്ടോ? കേൾക്കുന്നില്ലേ മോളെ മിസ് പറഞ്ഞത്? ഫാത്തിമക്ക് കേൾക്കുന്നില്ലേ? ഓക്കെ. ഇനി അപ്പൊ 4 മുറികളാണ് ഉള്ളത്. ആരുടെ വീട്ടിലെ? മധുകറിന്റെ വീട്ടിൽ അല്ലെ. ഏക്ക് ബൈഠക് ഹെ. ബൈഠക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈഠക് നമ്മള് ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന റൂം. എന്താ അതിനെ പറയാ നമ്മള്? നമ്മൾ ആളുകളൊക്കെ വന്നിട്ട് ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന റൂമിന് നമ്മൾ എന്താടാ പറയാ? നിങ്ങളുടെ വീട്ടിലില്ലേ? പറഞ്ഞേ, വായി തുറന്ന് പറഞ്ഞേ. അവരെ അടുക്കളയിലാണോ കൊണ്ടിരുത്തുക ആരെങ്കിലും വന്നു കഴിഞ്ഞാല്? ഓഫീസ് റൂം എന്ന് സിനാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ദേവാനൻ എന്താ പറഞ്ഞത്? ഷംവിൽ ഇപ്പൊ എത്ര വീഡിയോ ഓൺ ചെയ്യുന്നേ? അപ്പൊ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടി ഒരു റൂം ഉണ്ടല്ലേ നമ്മുടെ വീട്ടിലെ? ഓഫീസ് റൂം എന്ന് പറയാം. ബൈഠക് അല്ലെ. ബൈഠക് എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ. ബൈഠ്നേക്കയില് ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയിലേക്ക് കൂട്ടി പോവുകയും ചെയ്യില്ല അല്ലെ? അതുപോലെ തന്നെ ജഹാം ബൈഠ്നേക്കയിലെ സോഫ സെറ്റ്. ഇനി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? സോഫ ഉണ്ട്, സോഫ സെറ്റ് ഉണ്ട്. സിനാനെ മുടി നേരെ നിൽക്കുന്നുണ്ട് മോനെ. ഇനി ഉറപ്പായിട്ട് അടുത്ത ക്ലാസ്സിൽ ഒരു ഹെയർ ബാൻഡ് കൊണ്ടുതരും. എന്താ വേണ്ടത്? വേഗം പറഞ്ഞോ. സ്ലൈഡ് വേണോ മുടി നിർത്താൻ വേണ്ടിയിട്ട്? ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ആ മുടിയും കൊണ്ട്. നോക്കുക, ജഹാം ബൈഠ്നേക്കിയിലെ സോഫ സെറ്റ്. അവിടെ ഇരിക്കാൻ വേണ്ടി സോഫ സെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. കുർസിയാം തഥാ ബീച്ച് മേം ഏക്ക് മേശ. പിന്നെ കസേരകളും ഉണ്ട്, അതിനിടയിലായിട്ട് ഒരു മേശയുണ്ട്. കേട്ടല്ലോ? ബൈഠക് കെ ഏക് ഓർ ഖാനെ കി മേശ. അതായത് വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സൈഡില് ഭക്ഷണം കഴിക്കാനുള്ള ഊൺ മേശ ടേബിൾ ഉണ്ട് കേട്ടോ. മേസ് കെ ചാരോ മോർ കുർസിയാം ഹെ. പിന്നെ എന്തുണ്ട് അവിടെ? അതിന്റെ 4 ഭാഗത്തും മേശ മാത്രം പോലെ അവർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇരിക്കാൻ കസേര വേണ്ടേ? 4 ഭാഗത്തും കസേരകളും ഉണ്ട്. അപ്പോ ആ ബൈഠക് എന്ന് പറഞ്ഞാൽ ആ റൂമിൽ എന്തൊക്കെയുണ്ട്? ഇരിക്കാൻ വേണ്ടി സോഫ സെറ്റ് ഉണ്ട്, കസേരകളുണ്ട്, അതിനിടയിൽ ഒരു മേശയുണ്ട്. പിന്നെയോ ഈ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ ഉണ്ട്, അതിന് ചുറ്റും കസേരകളുണ്ട് എന്ന് പറഞ്ഞു. യഹ് ഹമാരെ ഘർ കാ സബ്സേ ബഡാ കമര ഹെ. ഇനി ഇത് എന്റെ വീട്ടിലെ എല്ലാ മുറികളിലെയും അപേക്ഷിച്ച് ഏറ്റവും വലിയ മുറിയാണ്. എന്റെ വീട്ടിൽ 4 മുറിയാണുള്ളതെന്ന് ആ കുട്ടി പറഞ്ഞു, മധുകർ. ആ 4 മുറികളിൽ ഏറ്റവും വലിയ മുറി ഇതാണ്, ബൈഠക്. ഇസേ ഹാം ബൈഠക് കഹത്തെ ഹെ. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്ത് പറഞ്ഞത്? ബൈഠക് അല്ലെ. ഓഫീസ് റൂം. നിങ്ങൾ പറഞ്ഞ പോലെ ഓഫീസ് റൂം എന്നോ എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇസ് കമരെ കെ സാത്ത് ഹി ഹമാരാ രസോയി ഘർ ഭി ഹെ. ഇസ് കമരെ കെ സാത്ത് ഹി ഹമാരാ രസോയി ഘർ ഭി ഹെ. രസോയി ഘർ എന്ന് പറഞ്ഞാൽ അടുക്കള, കിച്ചൺ. ഈ മുറിയുടെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ അടുക്കള ഉള്ളത്. അടുക്കള സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സിനാനെ? നീ ഇനി മുടി ക്ലാസ് കഴിയുന്നത് വരെ മുടി തൊടാൻ പാടില്ല. അപ്പോ എന്താണ്? അടുക്കള ഈ ബൈഠകിന്റെ ആ റൂമിന് മുട്ടിയിട്ട് അടുത്താണ് കിച്ചൺ ഉള്ളത് അല്ലേ? ഓക്കെ. പിന്നോ ഇസ്കെ ബാദ് ഹമാരെ സോനേക്ക് 3 കമരെ ഹെ. ഇനി ഇതിന് ശേഷം ഇനി എന്റെ വീട്ടില് ബാക്കി 3 റൂമല്ലേ? 3 മുറികളാണുള്ളത്. അതോ ഹമാരെ സോനെ നമുക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് ബെഡ്റൂം ആയിട്ട് 3 മുറികളാണ് പിന്നെയുള്ളത്. മധുകറിന്റെ വീട്ടിൽ എങ്ങനെയാണ്? ഈ ബൈഠക് ഓഫീസ് റൂം കൂടാതെ 3 മുറികളുണ്ട് ഉറങ്ങാനായിട്ട്, ബെഡ്റൂം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കഥ പറയുമ്പോൾ നിങ്ങളുടെ വീട് ഏകദേശം മിസ്സിന് അയച്ചില്ലേ? നിങ്ങളുടെ വീട്ടിൽ എത്ര മുറികളുണ്ട്, നിങ്ങളുടെ വീട് ചെറുതാണോ അല്ലേ? സത്യാവസ്ഥ തന്നെ മിസ്സിന് അയച്ചിരുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? इसके बाद हमारे सोने के 3 कमरे हैं. അപ്പൊ നമുക്ക് ഇനി ഉറങ്ങാൻ വേണ്ടി ബെഡ്റൂം ആയിട്ട് 3 എണ്ണമാണ് ഇനി ബാക്കിയുള്ളത്. एक मेरे माता पिता का है.
ഒന്ന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബെഡ്റൂമാണ്. ജിസ്മേ പലങ്ക് ഔർ ദോ അലമാരിയാം ഹെ. അവിടെ ഒരു കട്ടിലും പിന്നെയോ 2 അലമാരകള്, ഷെൽഫുകളാണ് ഉള്ളത് ആ മുറിയിൽ. ആശം ചിന്തിക്കുകയാണ്, എൻ്റെ വീട്ടിൽ ഇനി എത്രയാണോ ഉള്ളത് അല്ലേ? ഓരോ റൂമിൽ കട്ടിലും ഷെൽഫെല്ലാം ഇനി എണ്ണെടുക്കാൻ പോണ്ടേ? അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്നു, എൻ്റെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടോ എന്തോ. ഒരു ബുക്കും ഇതെല്ലാം എടുത്തിട്ട് പോയിക്കോട്ടെ, പേന എടുത്തിട്ട് ഓരോ റൂമിൽ കയറി ഇറങ്ങിക്കോളൂ. അപ്പൊ ഇവിടെ എന്താണ്, അച്ഛനും അമ്മയുള്ള ആ ബെഡ്റൂമില് എന്താണുള്ളത്? ഒരു കട്ടിലും 2 ഷെൽഫും ഉണ്ട് അല്ലെ. ദൂസര കമര, ഈ രണ്ടാമത്തെ മുറി എന്ന് പറഞ്ഞത് മേരെയും എന്റേതും അവർ മേരെ ചോട്ടെ ബായ് രാജു കാഹെ. ഇനി എൻ്റെ ചെറിയൊരു അനിയനുണ്ട്, അനിയന്റെ പേര് രാജു എന്നാണ്, അവനും ഉള്ളതാണ് ആ മുറി. രണ്ടാമത്തെ മുറി ഉള്ളത് ഒന്ന് എനിക്കും എൻ്റെ അനുജനും വേണ്ടിയിട്ടുള്ള മുറിയാണ്. ഹമാരെ കമരേമേ ദോ പലങ്ക് അലഗ് അലഗ് ലഗേ ഹെ. ഇനി ഞങ്ങളുടെ റൂമില് എനിക്കും എൻ്റെ അനുജനും വേണ്ടി ഒരു റൂം ഉണ്ടല്ലോ, ബെഡ്റൂം, അവിടെ 2 കട്ടിലുകള് വെവ്വേറെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ 4ാം ക്ലാസ്സുകാരുടെ മുടിയെല്ലാം ചീകി കെട്ടാൻ വേണ്ടി മിസ് രാവിലെ വരണം. ഗേൾസിനും അല്ല, ബോയ്സിനാണ് കെട്ടിക്കൊടുക്കാൻ വേണ്ടി. ആ ഷംവീലും സിനാനെല്ലാം എന്താണ് കഷ്ടപ്പെടുന്ന മുടിയും കൊണ്ട്. അത് തടി. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഒരു ആടിന്റെ മുന്നിൽ പോയി നിൽക്കുക. ആട് അപ്പൊ അത് ഇങ്ങനെ ശരിക്കും എന്താ പറയണ്ടേ, ചവച്ചരച്ച് അത് ശരിക്കും അവിടെ ഉണക്കി പിടിപ്പിച്ചിരും കേട്ടാ. മുടി നേരെ നിൽക്കുന്നില്ല, അത് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോൾ കണ്ണിലേക്ക് വീണുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. ഇല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ല അവിടെ പറ്റിച്ച് വെക്കുക. ഒരു പശ ഫെവിക്കോളോ എന്തെങ്കിലും വെച്ചിട്ട് പറ്റിച്ച് വെച്ചോ കേട്ടാ. അപ്പൊ ഇവിടെ പറഞ്ഞു 2 കട്ടിലുകൾ വെവ്വേറെ സ്ഥാനത്ത് അല്ലെ, വേറെ വേറെ ആക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. ഷംവിലെ കഴുത്ത് ഉളുക്കി പോളണ്ട, മുടി ഇനി ഇളക്കി വിട്ടോളൂ. പലങ്കോക്കെ ബീച്ച് മേ പഠനേക്ക് ഏക്ക് മേശ. ഇനി ആ കട്ടിലിന്റെ ഇടയിലായിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി ഒരു മേശയുണ്ട്. മേസ് കെ ദോനോ മോർ ദരാസെ ബനി ഹുയി ഹെ. मेज के सामने 2 कुर्सियां है. मेज के ऊपर एक लैंप है. ഇനി എന്താ പറഞ്ഞത്, എൻ്റെ മുറിയിൽ 2 കട്ടിലുകൾ വെവ്വേറെ ആക്കി വെച്ചിട്ട് പിന്നെ ആ കട്ടിലിന് ഇടയ്ക്കായിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി ഒരു മേശയുണ്ട്. ആ മേശക്ക് മേസ്കെ ദോനോമോർ 2 ഭാഗത്തുമായിട്ട് 2 വലിപ്പുകൾ, മേശ വലിപ്പുകൾ ഉണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്താണ്, മേസ്കെ സാമനെ 2 കുർസിയാം ഹെ. ഇനി ആ മേശയ്ക്ക് മുന്നിലായിട്ട് 2 കസേരകളുണ്ട്. മേസ്കെ ഊപ്പർ ഏക്ക് ലാമ്പ് ഹെ. മേശയുടെ മുകളിൽ ഒരു ലാമ്പ് ഉണ്ട്. ഹം ദോനോ ഭായി ഇസി മേസ്കെ പാസ് ബൈഠ്കർ പഠ്തെ ലിഖ്തെ ഹെ. ഞങ്ങൾ 2 സഹോദരന്മാരും ഞാനും എൻ്റെ അനുജനും കൂടി ഈ ടേബിളിന് ചുറ്റും ഇരുന്നിട്ടാണ് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ടേബിളിന് അടുത്തിരുന്നിട്ടാണ്. മേസ്കി ദറാസോമേ ഹമാരി കിതാബ് കോപ്പിയാം ഹെ. ഇനി ഞങ്ങളുടെ ആ ഡ്രോയില്ലേ, അതായത് ആ മേശ വലിപ്പിലാണ് ഞങ്ങളുടെ നോട്ട് ബുക്കുകളും അതായത് ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ ഭംഗിയായി സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇത് പറയുമ്പോ എനിക്കൊരു സംശയം, നിങ്ങളെല്ലാം നോട്ട് ബുക്ക് എവിടെയുണ്ട്? മക്കളുടെ നോട്ട് ബുക്ക് എവിടെയുണ്ട്? വല്ല മീൻകാർക്കും കൊടുത്തോ? കടല വെക്കാനൊക്കെ കൊടുത്തോ? ടെക്സ്റ്റ് ബുക്ക് നോട്ട് ബുക്കും? സത്യം പറയണം, ഞാനിപ്പോ എല്ലാവരും ചോദിക്കുകയാണ്, നിങ്ങളുടെ ടെക്സ്റ്റും നോട്ടും ഇപ്പൊ ഈ മധുകർ പറഞ്ഞതുപോലെ നീറ്റായിട്ട് നിങ്ങളുടെ മേശ വലിപ്പിലോ അല്ലെങ്കിൽ ഡ്രോയിലോ അല്ലെങ്കിൽ ഷെൽഫിലോ അടുക്കും ചിട്ടയോടും വെച്ചിട്ടുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ടോന്നല്ല, നിങ്ങളുടെ ബാക്കി നിങ്ങൾ ക്ലാസ് ഓക്കെ ക്ലാസ്സിന് ശേഷമുള്ള ബാക്കിയുള്ളതില്ലേ, ബാക്കി ടെക്സ്റ്റ് നോട്ടൊക്കെ ഇല്ലേ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ അടുക്കും ചിട്ടയോടെ പെറുക്കി വെച്ചിട്ടുണ്ടോ? അല്ല അമ്മയോട് ചോദിക്കേണ്ടി വരുമോ എവിടെയുള്ളത് കണക്കിന്റെ നോട്ട് അല്ലെങ്കിൽ എവിടെയുള്ളത് സോഷ്യൽ നോട്ട് എന്ന് അമ്മയോട് ചോദിക്കേണ്ടി വരുമോ? എനിക്കിപ്പോ സംശയമുണ്ട്, അമ്മയാണോ എല്ലാം പെറുക്കി വെക്കുന്നത് സംശയമുണ്ട്. അമ്മയ്ക്കാണ് ഇപ്പൊ കൂടുതൽ പണി അല്ലേ, വീട്ടിലെ കാര്യം നോക്കണം, നിങ്ങളെ കാര്യം നോക്കണം, നിങ്ങളെ ക്ലാസ് കേൾക്കണം. സൂര്യദേവി ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട്, എന്താണോ? അടുക്കും ചിട്ടയോടാണോ ഉള്ളത്? അല്ല ഒരു റൂമിൽ ഒരു ടെക്സ്റ്റ് നോട്ടും മറ്റേ റൂമിൽ പെരുതാൻ പോണ്ടി ബാക്കി ടെക്സ്റ്റ് നോട്ടും? അല്ല, കുറച്ചു പേര് അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. മിസ് വന്നിട്ട് നിങ്ങളെ വീട്ടിൽ ഇങ്ങനൊരു അവസ്ഥ കണ്ടു കഴിഞ്ഞാല്
മിസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മിസ് പറഞ്ഞു നിങ്ങൾ നന്നാവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റൂമിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷെൽഫിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇനി മേശയോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അതിനു വേണ്ടി ചാട്യം പിടിക്കൊന്നും വേണ്ട. ഉള്ള സ്ഥലത്ത് നീറ്റായിട്ട് പെറുക്കി വെക്കുക, അടുക്കി വെക്കുക. ടെക്സ്റ്റ് നോട്ടൊക്കെ നല്ല നീറ്റായിട്ട് കണ്ടല്ലോ. ആ ആൻഡ്രോസും ദേവാഞ്ജനെല്ലാം കാണിച്ചു തരുന്നുണ്ട്. ദേവാഞ്ജന എന്നത് കാണിച്ചിരുന്നത് ബുക്കുകൾ അടുക്കി വെച്ചതാണോ അല്ലാതെ? ആ ഓക്കെ ഓക്കെ ആൻഡ്രോസ് ഓക്കെ. അപ്പൊ നിങ്ങളിപ്പോ കാണിച്ചു തരണ്ട, വീഡിയോ കാണിച്ചു തരണ്ട. മിസ് വരുന്നുണ്ട്, നിങ്ങളെ വീട് നോക്കാൻ വരുന്നില്ലേ? നിങ്ങൾ എങ്ങനെയാ പെറുക്കി വെച്ചതെന്നൊക്കെ എനിക്ക് കാണണ്ടേ? നിങ്ങളെ വീട്ടിൽ വന്നോളാം കേട്ടാ. അടുക്കും ചിട്ടയോടെ നീറ്റായിട്ട് നിങ്ങളുടെ ബുക്ക് ഇനി എവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ അത് എവിടെ വെച്ചു എന്നോ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കാൻ ഇടവരുത്തരുത്. എന്റെ മലയാളം നോട്ട് എടുത്തു, എന്റെ ക്ലാസ് തുടങ്ങി, അല്ലെങ്കിൽ എന്റെ ഹിന്ദി നോട്ടും ടെക്സ്റ്റും താമേ എനിക്ക് ക്ലാസ് തുടങ്ങി എന്ന് പറയാനാക്കരുത്. നിങ്ങളുടെ ടെക്സ്റ്റ് നോട്ട് നിങ്ങൾ നീറ്റായിട്ട് ഈ വർഷത്തെ ബുക്ക് ഒരു സ്ഥലത്ത് തന്നെ അടുക്കി വെക്കുക. എഴുതി കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് വെക്കുക, വായിച്ചു കഴിഞ്ഞാലും അതേ സ്ഥലത്ത് വെക്കുക. പേരൻസിന്റെ ഹെൽപ്പ് വേണ്ട അതിന്. അമ്മയോ അച്ഛനോ അല്ല പെറുക്കി വെക്കേണ്ടത്, നിങ്ങൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അപ്പൊ ഇവിടെ മധുകറിന്റെ വീട്ടിൽ എന്താണ് ആ കുട്ടി ചെയ്തിരുന്നത്? അതേ ആ ഷെൽഫില് മേശയുടെ വലിപ്പില് കൃത്യമായിട്ട് ടെക്സ്റ്റ് നോട്ടും ഒക്കെ നീറ്റായിട്ട് എടുത്തു വെക്കുമായിരുന്നു. തീസറാ കമര മെഹമാനോ കേലിയേ. ഇനി ഗസ്റ്റുകൾക്ക് മൂന്നാമത്തെ ബെഡ്റൂം ഉണ്ട്. മൂന്നാമത്തെ ബെഡ്റൂം ആർക്കാണ്? വേറെ ആരും ഇല്ല ഈ വീട്ടില്. മൂന്നാമത്തെ ബെഡ്റൂം മെഹമാനോ കേലിയേ. മെഹമാൻ എന്നാൽ അതിഥികൾക്ക്, ഗസ്റ്റുകൾക്ക്. ഇസേ അതിഥി കക്ഷ കഴുത്തേ ഹെ. അതിന് നമ്മൾ എന്താ പറയാ? അതിഥി മുറി, സ്വീകരണ മുറി എന്ന് പറയും അല്ലെ? അതിഥി മുറി, സ്വീകരണ മുറി എന്ന് പറയും. ഈസ് കമരമേ പലങ്ക് ഹെ. ആ മുറിയിലും കട്ടിലുണ്ട്, അലമാരി ഹെ, ഷെൽഫുണ്ട്, തഥാ സാമനെ ബൈഠ്നേക്ക് ഏക്ക് ലംബി മേസ് ഹെ. പിന്നെ അതിന് മുന്നിലായിട്ട് ഒരു ബെഞ്ച് ഉണ്ട്. ബെഞ്ചിക്ക് ആകെ ഏക്ക് മേസ് ഹെ. ആ ബെഞ്ചിന് മുന്നിലായിട്ട് ഒരു ടേബിൾ ഉണ്ട്. തീനോ കമരോ കെ സാത്ത് തീൻ ഗുസൽഖാനെ ഹെ. ഇനി വേറൊന്നും കൂടി ഉണ്ട്. എന്താണ്? 3 മുറികളുടെ ഒരുമിച്ച് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ഉണ്ടേ? വേണ്ടേ? അപ്പൊ ഇവിടെ എന്താണ്? 3 റൂമിനോടും ചേർന്നിട്ട് എന്തുണ്ട്? ബാത്റൂം ഉണ്ട്. കേട്ടല്ലോ? അപ്പൊ അത്രയും ആ മധുകറിന്റെ വീടിനെ കുറിച്ച് പറഞ്ഞ അത്രയും മിസ് പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. മിസ് നെക്സ്റ്റ് പറഞ്ഞിട്ടേ. മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ പറയണേ, ഉറക്കെ പറയണേ മിസ്സിനോട്. മിസ് പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് അഥവാ മനസ്സിലായില്ല എങ്കിൽ വെറുതെ അവിടെ ഇരുന്ന് കളിച്ചുകൊണ്ട് മനസ്സിലാക്കാന്നല്ല, ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ മിസ്സിനോട് പറയാം. മിസ് ക്ലിയർ ആക്കിയിട്ടേ പോകുള്ളൂ കേട്ടോ. നെക്സ്റ്റ് മേരെ ഘർ കെ ബാഹർ. ഇനി വീടിനെ കുറിച്ചല്ല നമ്മൾ ഇത്രയും പറഞ്ഞത്, ഇനി പുറത്തുള്ള കാര്യങ്ങൾ പറയാം. മേരെ ഘർ കെ ബാഹർ ഏക് ചോട്ടി സി ബഗിയ ഹേ. എന്തുണ്ട്? എന്റെ വീടിന് മുറ്റത്ത് തന്നെ പുറത്തായിട്ട് എന്തുണ്ട്? ഒരു ചെറിയ പൂന്തോട്ടം. ബഗിയ, ബഗീച്ച, ഗാർഡൻ. നിങ്ങളുടെ വീട്ടിലുണ്ടോ? പൂന്തോട്ടം ഉണ്ടോ? കണ്ടിട്ടില്ല അല്ലെ? ഞങ്ങൾ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല, ഞങ്ങൾ വീടിന് ചുറ്റും ഇറങ്ങാറേ ഇല്ല. മൊബൈലിൽ ഗെയിം കളിക്കുമ്പോ ഏടുന്ന് മിസ്സേ പൂന്തോട്ടം കാണണ്ടല്ലേ? എത്ര പേര് പൂന്തോട്ടം നിങ്ങളുടെ വീട്ടിലുണ്ടോ? പൂന്തോട്ടം ഉണ്ടോ? ചെടികളൊക്കെ ഉണ്ടോ? വളർത്തുന്നുണ്ടോ? ചെടികൾക്ക് വെള്ളം നനക്കാറുണ്ടോ? എല്ലാം സത്യസന്ധന്മാര്, കള്ളം പറയല്ലേ. ആരും ഒരു പണിയും എടുക്കലില്ല എന്ന് മിസ്സിനോട് പറഞ്ഞിട്ടുണ്ട് 4ാം ക്ലാസ്സിലെ പേരൻസ്. 4ാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും ചെയ്യാല്ല, നിങ്ങൾ മടിയന്മാരാണ്, നിങ്ങളെല്ലാം നിങ്ങൾ എഴുതാനും വായിക്കാനും കൂടി നിങ്ങളുടെ പേരൻസ് ഹെൽപ്പ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലാണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നിങ്ങൾ സ്വയം ചെയ്യാറില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ജോലികളൊക്കെ ചെയ്യാട്ടോ, പേരൻസിനെ സഹായിക്കാം. ഒന്നെന്താണ്? നിങ്ങളെ ഫോണിൽ വീഡിയോ അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ടൊന്നല്ല സഹായിക്കാന്ന് പറഞ്ഞത്. എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ചെടികൾ ഉണ്ടെങ്കിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുക അല്ലേ? അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ഇവിടെ ഈ കുട്ടിയുടെ വീട്ടിൽ എന്തുണ്ട്? ചെറിയൊരു പൂന്തോട്ടം ഉണ്ട്. നിങ്ങളൊന്ന് ഇന്ന് പുറത്ത് ക്ലാസ് കഴിഞ്ഞ് നോക്കണേ, വീട്ടിലെ അമ്മ പൂന്തോട്ടം എല്ലാം ആക്കി വെച്ചിട്ടുണ്ടോ? ഒന്ന് നോക്ക്.
മിസ്സിന് അയച്ചേരണ്ടേ കൃത്യമായിട്ട് എഴുതിയിട്ട്. പൂന്തോട്ടം ഉണ്ടോ, എത്ര പൂക്കൾ ഉണ്ട്, ആ പൂക്കളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണേ. ആ പൂമ്പാറ്റകൾ വരുന്നുണ്ടോ നിങ്ങളുടെ പൂന്തോട്ടത്തിലേക്ക്, അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്, ഒരു പൂന്തോട്ടം ഉണ്ടല്ലേ. ബഗിയാമേ സുന്ദർ സുന്ദർ ഫൂൽ ഖിലേ രഹത്തെ ഹേ. ഈ കുട്ടിയുടെ പൂന്തോട്ടത്തിൽ എന്തുണ്ട്, പൂന്തോട്ടത്തില് മനോഹരമായ പൂക്കൾ വിടർന്നു നിൽക്കുന്നുണ്ട്. എന്ത് ഭംഗിയാ കാണാൻ അല്ലേ. മനോഹരമായ പല നിറത്തിലുള്ള പല വർണ്ണങ്ങളുള്ള പൂക്കൾ ഇങ്ങനെ വിടർന്നു നിൽക്കുകയാ. നല്ല മണവും എല്ലാവരും ഒരു ആകർഷിക്കുന്ന രീതിയിലുള്ള പൂക്കൾ അല്ലേ. അപ്പൊ പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ആകർഷിക്കും, എല്ലാവരും ഒന്ന് നോക്കിപ്പോവും. എന്താണ് ഫാത്തിമ മെഹഫൂസ വായില്, ബബിൾ ഗാണോ ചൂയിങ് ഗാണോ? ഞാൻ എന്താണ് നിന്റെ വായില്? മിസ്സിനോട് പറഞ്ഞ എന്താണ് നീ എന്താ കഴിക്കുന്നതെന്ന് പറഞ്ഞേ. എന്താണ് നീ ചവച്ചെടുക്കുന്നത്? എന്നെ നോക്ക്, അങ്ങോട്ട് നോക്കണ്ട, എന്നെ നോക്ക്. നിന്നോടല്ലേ മിസ് ചോദിക്കുന്നത്, നീ പറ ആൻസർ. വേഗം ആൻസർ പറഞ്ഞേ, എന്താ നീ ചവച്ചെടുക്കുന്നത്? ഫാത്തിമ, എന്താണ് വായിലുണ്ടായിരുന്നത് ഇത്ര നേരം? നീ എന്തിനാ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നേ? നിന്റെ വായിലല്ലേ ഞാൻ ചോദിച്ചത്. അൺമ്യൂട്ട് ആക്കി ഒന്ന് പറഞ്ഞേ. അൺമ്യൂട്ട് ആക്ക്, അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. പറഞ്ഞേ. ഒന്നുമില്ല, ഉറപ്പാണോ? കുറച്ച് നേരത്തെ എന്തോ ഉണ്ടായിരുന്നു. എന്താണ്? അനിയൻ എന്തിനാ പറയുന്നേ? അനിയനൊന്നല്ല, നിന്റെ വായിൽ എന്തോ ഒരു സാധനം കണ്ടതാണ്. അനിയനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അനിയൻ പാവം എവിടെയോ ആണുള്ളത്. അനിയൻ അത് ജനലിന്റെ അടുത്ത്, പക്ഷെ നിന്റെ ക്ലാസ് റൂമിൽ എന്നെ കാണുന്നില്ല. അനിയനൊന്നും കാണുന്നില്ല. വെറുതെ പാവം അനിയനൊന്നും പറയല്ലേ. ആഷിനാണ് പറഞ്ഞതെങ്കിലും ഞാൻ വിശ്വസിക്കും. കാരണം ആഷിന്റെ അനിയത്തി ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ വന്ന് നോക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടു. ബാക്കിയുള്ളവര് ഞാൻ അങ്ങനെ കാണുന്നില്ല. അപ്പൊ കണ്ടു. അപ്പൊ നോക്ക്, ക്ലാസ്സിൽ ശ്രദ്ധിക്കും. ഓക്കെ ഇനി ക്ലാസ്സിൽ പറഞ്ഞ ശ്രദ്ധിക്കും കേട്ടോ. നോക്ക്, അപ്പൊ ഇവിടെ എന്താണ്, പൂന്തോട്ടത്തില് മനോഹരമായ പൂക്കൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനിയോ, ഹം ലോഗ് അപ്ന സാമാൻ സംഭാൽക്കർ രഖത്തെ ഹെ. ഹമാരി കിതാബ് കോപ്പിയാ ദരാസോ में रहती है. यदि कोई वस्तु हम इधर उधर छोड़ देते हैं तो माम हमें डांटती है और समझाती भी है. എന്താ പറഞ്ഞത്? ഹം ലോഗ് അപ്ന സാമാൻ സംഭാൽക്കർ രഖത്തെ ഹെ. നമ്മൾ എന്റെ വീട്ടിൽ എന്താണ് മധുകർ പറഞ്ഞത്, അവരവരുടെ സാധനം സൂക്ഷിച്ചു വെക്കും. എന്താ പറഞ്ഞത്? അവരവരുടെ സാധനം സൂക്ഷിച്ചു വെക്കും. എനിക്ക് എന്തൊക്കെയുണ്ടോ, ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും? സൂക്ഷിച്ചു വെക്കും. നിങ്ങളോ? അമ്മ സൂക്ഷിച്ചു വെക്കും, ഇല്ലെങ്കിൽ അച്ഛനോട് പറയും. പകുതി അമ്മയോടും പകുതി അച്ഛനോടും പറയും. കണ്ടറിയാം. ഓക്കെ, ഹമാരി കിതാബ് കോപ്പിയാം ധരാസോമെന്റെ കിട്ടി. ഇനി എന്റെ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കുകളിലും എവിടെ ഉണ്ടെന്നറിയോ? ആ ഡ്രോയില് മേശ വലിപ്പിലുണ്ട്. ഞാൻ ഉറപ്പ് പറയാം, മധുകർ പറയാണ്, എൻ്റെ ബുക്കുകളൊക്കെ ഞാൻ ആ ഡ്രോയിൽ മേശ വലിപ്പില് അടുക്കും ചിട്ടയോടെ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങളോ? ഒന്ന് കിച്ചണിലുണ്ട്, അമ്മയുടെ അടുത്ത് എഴുതാൻ പോയത്. ഒന്നോ രണ്ടോ ബെഡ്റൂമിലുണ്ട്, കിടക്കയുടെ മുകളിലുണ്ട്, ബെഡിന്റെ മുകളിലുണ്ട്. ഇല്ലേ? ആരും തിരിഞ്ഞു നോക്കണ്ട. നിങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് പോയി നോക്കിക്കോ. ഇല്ലവരെല്ലാം എടുത്ത് മാറ്റിക്കോ. കുറച്ച് പേര് ബെഡ്റൂമിൽ, അത് ബെഡിന്റെ മേളില് കിടക്കയുടെ മുകളിൽ ഇരുന്നിട്ടാണ് കിടന്നിട്ടൊക്കെയാണ് എഴുതല്. അപ്പൊ ആ ബുക്ക് അവിടെ ഉണ്ട്, കിടക്കയിലുണ്ട്. കിടക്കുമ്പോ ഒന്നിച്ച് കിടക്കാൻ വേണ്ടി ബുക്കിന്റെ കൂടെ. കുറച്ചെണ്ണം അനിയനോ അനിയത്തിക്കോ കളിക്കാൻ കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ ഇനി അത് ആവർത്തിക്കരുത്. അപ്പൊ ക്ലാസ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ ബുക്കും ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, നിങ്ങളുടെ പെന്ന്, പെൻസിൽ എല്ലാം പേരൻസിന്റെ ഹെൽപ്പ് ഇല്ലാതെ നിങ്ങൾ അടുക്കും ചിട്ടയോടെ പെറുക്കി വെക്കുന്നു. അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പേരൻസിന്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുക്കുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു. അല്ലാണ്ട് അമ്മേ ടെക്സ്റ്റ് എടുക്ക്, നോട്ട് എടുക്ക് ഇനി ആവർത്തിക്കില്ല. ഓക്കെ ആണല്ലോ? അനുസരിക്കില്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? ഈ കുട്ടി കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും വെക്കുന്നെന്ന് പറഞ്ഞു. യദി കോയി വസ്തു ഹം ഇധർ ഉധർ ചോട് ദേത്തേ ഹേ തോ, ഞങ്ങളുടെ വീട്ടില് എന്തെങ്കിലും സാധനങ്ങൾ, എന്തെങ്കിലും എന്ന് പറഞ്ഞാല് നമ്മുടെ നോട്ട് ബുക്കോ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഡ്രസ്സോ മാറ്റിയിട്ട ഡ്രസ്സോ ഇതൊക്കെ അവിടെ ഇവിടെയും വലിച്ചെറിയുകയാണെങ്കിൽ മാം ഹമേൻ ഡാണ്ടത്തി ഹേ, അമ്മ ഞങ്ങളെ വഴക്കു പറയും, ശകാരിക്കും. ഔർ സമച്ചാത്തി ബി ഹേ, എന്നിട്ട് മനസ്സിലാക്കി തരും, അത് കൃത്യമായിട്ട് എടുത്തു വെക്കണമെന്ന് പറഞ്ഞുതരും. അപ്പൊ ഇരിക്കുന്നുണ്ട് ആ കുട്ടിക്ക്, അമ്മ പറഞ്ഞ അനുസരിക്കുന്നുണ്ട് അല്ലേ? അമ്മ പറയും ഹമാരെ കപ്പടോം കി അലമാര ഭി സ്വച്ഛ് കപ്പടോം സെ സജി രഹ്തി ഹെ. ഇനി അടുത്തത് നിങ്ങൾക്ക് അടുത്ത പണി കിട്ടി. എന്താണ് ഈ കുട്ടി പറഞ്ഞ? എന്റെ ഡ്രസ്സ് വെക്കുന്ന ഷെൽഫ്, അലമാര. അലമാരയില് അലക്കി തേച്ച് നല്ല ഡ്രസ്സുകള് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വൃത്തിയായിട്ട് നീറ്റായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. എവിടെ? ഷെൽഫില്. നിങ്ങളോ? അമ്മയോട് ചോദിക്കണം അല്ലേ? മേലോട്ട് നോക്കുന്ന, അങ്ങോട്ട് നോക്കുന്ന, ഇങ്ങോട്ട് നോക്കുന്ന. അമ്മയോട് ചോദിക്കേണ്ടി വരുവാ. നിങ്ങളെ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയാ വെച്ചിരുന്നത്? ആ, എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോ അമ്മേ അതെടുക്ക്, അമ്മേ ഇതെടുക്ക് അല്ലേ? അമ്മേ എന്റെ ആ ഡ്രസ്സ് എടുക്കും, എന്റെ ഷർട്ട് എവിടെ അല്ലെ, എന്റെ പാന്റ് എവിടെ അല്ലേ? നിങ്ങൾക്കറിയോ നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾ നീറ്റായിട്ട് പെറുക്കി വെച്ചിട്ടുണ്ടോ? അമ്മ അലക്കി തന്നാൽ അത് വൃത്തി മടക്കി വെക്കാറുണ്ടോ? നിങ്ങളുടെ ഷെൽഫിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏതാണ് സൗകര്യമുള്ള സ്ഥലം അവിടെ വെക്കാറുണ്ടോ? ബാക്കിയല്ലായി. കുറച്ചു പേര് ചെയ്യുന്നുണ്ട് എന്നൊക്കെ മിസ്സിനെ കാണിച്ചിരുന്നുണ്ട്. ഞാൻ പൊക്കും നിങ്ങളാ. ഞാൻ എന്തായാലും നോക്കും നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അപ്പൊ നിങ്ങളെ അടുത്ത പണി നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ബുക്കൊക്കെ അടുക്കി വെച്ചു. നെക്സ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള എന്താണ്? നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങളെ വേറെ തന്നെ അടുക്കി, നിങ്ങൾ അതായത് അമ്മ അലക്കി തന്നു കഴിഞ്ഞാൽ, ഉണക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് നീറ്റായിട്ട് മടക്കി വെക്കുക. ഇനി അതിനായിട്ട് വേണ്ടിയിട്ട് ശാഠ്യം പിടിക്കൊന്നും വേണ്ട, എനിക്ക് അത് വേണം ഇത് വേണം മടക്കി വെക്കാന്നും പറയണ്ട. നിങ്ങൾക്ക് ഉള്ള സൗകര്യത്തില് നിങ്ങൾ അത് നീറ്റായിട്ട് മടക്കി വെക്കുക. അപ്പൊ ഈ കുട്ടി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ കുട്ടിയെപ്പോൾ നമുക്ക് നല്ല കുട്ടിയായിട്ട് ആവണം. ധുലായിക്ക് കപ്പടെ, ഇനി നമ്മുടെ മാറ്റിയ ഡ്രസ്സ് ഇല്ലേ, അഴുക്ക് പെരണ്ട ഡ്രസ്സ്, നമ്മൾ കുളിക്കുമ്പോഴേ ഡ്രസ്സ് മാറില്ലേ, ആ ഡ്രസ്സ് ധുലായിക്ക് കപ്പടെ, അലക്കാനുള്ള ഡ്രസ്സ് ഹം ഗുസൽഖാനെ മേ രഖേ ഏക് ടബ് മേ ഡാൽ ദേത്തെ ഹെ. ഞങ്ങൾ എന്താ ചെയ്തതെന്നറിയോ? ബാത്റൂമിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ഒരു ഡിഷ് ബാത്റൂമിലുണ്ട്. അപ്പൊ മാറ്റിയ ഡ്രസ്സ് ഞങ്ങള് ആ ബാത്റൂമിലുള്ള ഈ മാറ്റിയിടുന്ന ഡ്രസ്സ് ഇടാനായിട്ട് ഒരു ബക്കറ്റ് ഉണ്ട്, അവിടെ ഇടും. നിങ്ങളോ? ശ്രീദേവ് ഓക്കെ, വെരി ഗുഡ്. ശ്രീദേവ് ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവരോ? ഉറപ്പന്നെയാ ബാത്റൂമിൽ തന്നെ എത്തലുണ്ടാ നിങ്ങളെ ഡ്രസ്സ്, മാറ്റിയിടുന്ന ഡ്രസ്സ്? എടാ ഞാൻ നിങ്ങളെല്ലാരും പേരൻസിനെ ഇന്ന് വിളിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെയാ മാറ്റിയിടുന്നൊക്കെ എനിക്കറിയണം. അപ്പൊ ബാത്റൂമിലുള്ള ഒരു ബക്കറ്റില്, അതായത് ഡ്രസ്സ് അലക്കാനുള്ള ഡ്രസ്സ് ഇടാനായിട്ട് ഒരു പാത്രം ഉണ്ട്, അതായത് ബക്കറ്റ് ഉണ്ട്, അവിടെ എന്ത് ചെയ്യും? അവിടെ ഇടും. അല്ലാണ്ട് അവിടെ ഇവിടെ വലിച്ചെറിയില്ല. ചിലവരെന്ത് ചെയ്യും? ഊൺമേശയുടെ അടുത്താണെങ്കിൽ അവിടെ ഭക്ഷണം കഴിക്കുന്നെടുക്കാൻ മാറ്റുന്നെങ്കിൽ അത് അവിടെ ഇടും. കുറച്ചുണ്ടാവും അടുക്കളയില്, കുറച്ചുണ്ടാവും വരാന്തയില്. അപ്പൊ അങ്ങനെ ആവരുത്. പിന്നെന്താ പറഞ്ഞത്? ഹം ലോഗ് അപ്പനെ കമരോക്കോ സ്വച്ഛ് രഖ്തേ ഹെ. ഞങ്ങൾ ഇവിടെയുള്ളവരെല്ലാവരും ഇല്ലേ, ഞാൻ എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ അനുജൻ, ഇവരൊക്കെ അവരവരുടെ മുറി ഭംഗിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കും. നമ്മ സൂക്ഷിക്കലുണ്ടാ? നമ്മ നീറ്റായിട്ട് സൂക്ഷിക്കൂല, വൃത്തികേടാക്കി വെക്കും. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരമല്ലേ അമ്മയ്ക്ക് വേണ്ടിയിട്ട്? അമ്മക്ക് ഇരട്ടിപ്പണിയാക്കി കൊടുക്കും, നമ്മളെന്തേലും വൃത്തികേടാക്കി കൊടുക്കും അല്ലേ? അപ്പൊ ഈ കുട്ടി എന്താ പറഞ്ഞത്? നീറ്റാക്കി കൊടുക്കും അല്ലെ? ഞങ്ങളുടെ റൂമൊക്കെ അവരവരുടെ റൂം. എബിൻ എന്താ കണ്ണൊക്കെ മേടിച്ചിങ്ങനെ എന്നെ പഠിപ്പിക്കുന്നേ? അപ്പൊ അവരവരുടെ മുറികളൊക്കെ അവരവര് നന്നായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കും. ഇസ്ലിയേ ഹമാര ഘർ സുന്ദർ ലഗ്താ ഹെ.
അതുകൊണ്ട് എൻ്റെ വീട് മനോഹരമുള്ളതാണ്, എൻ്റെ വീട് നല്ല ഭംഗിയുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ഇല്ലയോ? നിങ്ങളുടെ വീട് ഭംഗിയാണ്, കാരണം എന്താണ്? അമ്മ നല്ല നീറ്റായിട്ട് ചെയ്തു വെക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ആ കുട്ടിയും ആ കുട്ടിയുടെ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് നീറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളും അതുപോലെ ചെയ്യണം. നിങ്ങളുടെ റൂമൊക്കെ നീറ്റാക്കി വെക്കുക, വൃത്തികേടാക്കാതിരിക്കുക. ബുക്കുകളൊക്കെ, നിങ്ങളുടെ ബുക്കും നോട്ട്സും ടെക്സ്റ്റും ഒക്കെ തന്നെ അടുക്കി വെച്ച് തന്നെ നീറ്റ് ആവും. അതുപോലെ നിങ്ങളുടെ ഡ്രസ്സും നിങ്ങൾ മടക്കി നീറ്റാക്കി വെച്ചാല് നിങ്ങളുടെ വീടും നല്ല ഭംഗിയുള്ളതാവും. അപ്പൊ മധുകറിന്റെ വീട് ഭംഗിയുള്ളതുപോലെ നമ്മുടെ വീടും നല്ല സ്റ്റൈലുള്ളതാവണം. വീട്ടിലുള്ള സ്റ്റൈല്, വീട്ടിലുള്ളവര് അത് ആക്കുക. അപ്പൊ ഉറപ്പല്ലേ? ഇന്നുപോലെ ചെയ്യില്ലേ? അപ്പൊ ഇന്നുപോലെ എന്തെല്ലാം ഡ്യൂട്ടി ഉണ്ട്? ചെടികൾ ഉണ്ടോ നോക്കാനുണ്ട്, ചെടികൾക്ക് ഉണ്ടെങ്കിൽ തന്നെ വെള്ളം നനക്കാനുണ്ട് അല്ലേ. പിന്നെയോ നിങ്ങളുടെ നോട്ടും ടെക്സ്റ്റും ഒക്കെ ആരുടെയും ഹെൽപ്പ് ഇല്ലാതെ അടുക്കും ചിട്ടയോടെ എടുത്തു വെക്കാനുണ്ട്. പിന്നെ നിങ്ങളുടെ ഇന്നത്തെ ഡ്രസ്സൊക്കെ അലക്കി വെച്ച ഡ്രസ്സൊക്കെ എടുത്ത് മടക്കി വെക്കാനുണ്ട് അല്ലേ. കുറേ ജോലി ഉണ്ടെന്നല്ലേ. എല്ലാവരും ചെയ്യണമെന്ന് എല്ലാവരുടെയും വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും. പിന്നെ നിങ്ങളുടെ റൂമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുക, നീറ്റായി വെക്കുക. മിസ് എപ്പോഴാണ് നിങ്ങളെ വീട്ടിലേക്ക് വരുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ മേരാ ഘറിലെ ലെസൺ ഇത്രയുമാണ്. ഇനി നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണാം അല്ലേ. ക്ലാസ് കഴിയാറായി. അപ്പൊ മക്കളെ ഇന്ന് വായിപ്പിക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? മേരാ ഘറിലെ ലെസൺ എല്ലാവരും